ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്ത് യുവതിയുടെ വിവാഹം മുടക്കാൻ യുവതിയുടെ ബന്ധു നടത്തിയ ശ്രമം മൂലം കണ്ണീർ കുടിച്ച് വീട്ടമ്മ. മലപ്പുറം കൽപ്പകഞ്ചേരിയിലാണ് 31കാരിയായ വീട്ടമ്മ കുടുംബത്തിലും അയൽവാസികൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും കണ്ണീരുമായി കഴിയുന്നത്. അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി കണ്ടെത്തിയിട്ടും പോലീസ് പ്രതിയെ പിടികൂടാത്തതിനാൽ നീതിക്കായി പോരാടാനൊരുങ്ങുകയാണ് വീട്ടമ്മ. ഇവരുടെ അയൽവാസിയായ യുവതിയുടെ വിവാഹം മുടക്കാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യുവതിയുടെ ബന്ധു ഹാക്ക് ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പതിവായി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറില്ലാത്ത വീട്ടമ്മ തുടർച്ചയായി ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷനുകൾ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് താൻ അകപ്പെട്ട കെണി തിരിച്ചറിഞ്ഞത്. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് വലിയ പിടിപാടുകളില്ലാത്തതിനാൽ ബന്ധുവിന്റെ സഹായം തേടി. അതോടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നടന്ന ചാറ്റിംഗ് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. ഇതിനിടെ അയൽവാസിയായ യുവതിയുടെ വീട്ടുകാർ വിവാഹം മുടക്കാൻ ശ്രമിച്ചത് വീട്ടമ്മയാണെന്ന് വിശ്വസിച്ച് ഇവരുടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. വീട്ടമ്മയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമവുമുണ്ടായി. താനല്ല ചെയ്തതെന്ന് പലതവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിച്ചില്ല. അതോടെ നിയമപരമായി നേരിടാൻ വീട്ടമ്മ തീരുമാനിച്ചു. വീട്ടമ്മ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ച യുവതിയുടെ ബന്ധുക്കളും വീട്ടമ്മയുടെ നിലപാടിനോട് യോജിച്ചു. അതോടെ രണ്ടു കൂട്ടരും കൽപ്പകഞ്ചേരി പോലീസിനെ സമീപിച്ചു. തുടർന്ന് പോലീസ് ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് പറഞ്ഞയക്കുകയും വീട്ടമ്മയോട് പരാതി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കൽപ്പകഞ്ചേരി പോലീസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ സെല്ലിലും പരാതി നൽകി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. 2 ദിവസത്തിനകം വീട്ടമ്മ വിവാഹം മുടക്കിയതാണെന്ന തരത്തിൽ നാട്ടിൽ വാർത്തകൾ പരന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഇതോടെ ബന്ധുക്കൾക്കിടയിലും അയൽവാസികൾക്കിടയിലും വീട്ടമ്മ നോട്ടപ്പുള്ളിയായി. വീട്ടുകാരെയും വിദേശത്തുള്ള ഭർത്താവിനെയും വസ്തുതകൾ ബോധ്യപ്പെടുത്തിയതോടെ അവർ ഒപ്പം നിന്നു. സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഫോണിന്റെയും ഉപയോഗിച്ചയാളുടെയും വിവരങ്ങൾ പുറത്തുവന്നതോടെ സംഭവം വൻ ട്വിസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. യുവതിയുടെ അടുത്ത ബന്ധുവിന്റെ ഫോണിൽ നിന്നാണ് വീട്ടമ്മയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തത്. ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയിട്ടുള്ളത്. ഇതോടെ വിവാഹം മുടക്കൽ കഥയുമായി രംഗത്തെത്തിയ കുടുംബം ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥയിലാണ്. സൈബർ പോലീസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ കൽപ്പകഞ്ചേരി പോലീസിന് കൈമാറിയിരുന്നെങ്കിലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചില്ല. തന്റെ നിരപരാധിത്വം നിയമപരമായി തെളിയിക്കണമെന്ന നിലപാടിൽ വീട്ടമ്മ ഉറച്ചുനിന്നതോടെ പോലീസ് കഴിഞ്ഞ ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവതിയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ പ്രതികളാക്കിയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. സംഭവം നടന്ന മാസങ്ങളായിട്ടും തന്നെ ഇപ്പോഴും ആളുകൾ സംശയത്തോടെ കാണുന്ന സങ്കടത്തിലാണ് വീട്ടമ്മ. ഇപ്പോഴും വിവാഹം മുടക്കിയെന്ന ദുഷ്പേര് നാട്ടിൽ പ്രചരിക്കുന്നതിനാൽ ഇവർ മാനസികമായി തളർന്ന നിലയിലാണ്. കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ പോലീസ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവരുള്ളത്. എഡിറ്റർ ലൈവ്, കൽപ്പകഞ്ചേരി. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.